നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ഇതിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ ആശയത്തെ കൂരിയാട് നദവി ഉസ്താദ് അവറുകൾ മറ്റൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടുപോവുകയാണ്. ബഹുന്യരായ തങ്ങൾ ഉസ്താദ് പറഞ്ഞത് എല്ലാ പള്ളികളും സമസ്തയുടെ അംഗീകൃതമായി നടക്കുന്ന എല്ലാ പള്ളികളും അത് സമസ്തയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ്. വളരെ വ്യക്തമാണ് ആ പറഞ്ഞത്. അത് ഏതിൻ്റെ പേരിലാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ്. ആ ഒരു വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് ഒരു ചർച്ചയാക്കി സോഷ്യൽ മീഡിയകളിലൊക്കെ അതിന് ചർച്ചയാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയത് കൂരിയാട് നദവി ഉസ്താദ് അവറുകളാണ്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നല്ലൊരു വിഷയം തന്നെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കാം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തുക. ഓരോ മഹല്ലുകളും ആ മഹല്ലുകളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ സമസ്തന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അപ്പൊ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ ഒരു വിശാലമായ ഒരു മഹല്ല് സംഗമം ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കപ്പെടും. കാരണം മഹല്ലുകളെ നമുക്ക് ഒന്നുകൂടി സജീവമാക്കേണ്ടതുണ്ട് സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിലായിക്കൊണ്ട്. ഈയിടെ ഒരു പുതിയ ശബ്ദം ഉണ്ടായതായി കേട്ടു. സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ മഹല്ലുകൾ രജിസ്റ്റർ ചെയ്യണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ രജിസ്റ്റർ ചെയ്തത് തന്നെയാണ് ഈ മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞാൽ. സുന്നി മഹൽ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലുള്ള മഹല്ല് രജിസ്ട്രേഷൻ സംവിധാനം എന്ന് പറഞ്ഞാൽ സമസ്തയിൽ രജിസ്റ്റർ ചെയ്യൽ തന്നെയാണ്. സമസ്ത നേരിട്ട് എങ്ങനെ മഹല്ല് രജിസ്റ്റർ ചെയ്യുക, നേരിട്ട് മദ്രസ നടത്തുക, അങ്ങനെ ഒരു സംവിധാനം ഇല്ല. സമസ്തക്ക് ഒരു ഖജാൻജി ഉണ്ടെന്നേ ഉള്ളൂ, ഫണ്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ യോഗത്തിന് വരുന്ന പണ്ഡിതന്മാർക്ക് യാത്ര ചെലവ് കൊടുക്കൽ വിദ്യാഭ്യാസ ബോർഡാണ്. എന്ന് പറഞ്ഞാൽ സമസ്ത ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന രീതി ഇല്ല എന്നർത്ഥം. 100 കൊല്ലമായിട്ടതില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നേരിട്ട് സമസ്തയിൽ രജിസ്റ്റർ ചെയ്യണം മഹല്ലുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെ എന്തോ ദുരുദ്ദേശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിപ്പോ മഹല്ലുകളൊക്കെ നേരിട്ട് സമസ്തയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം സമസ്തക്ക് ഇല്ല. കുറെ 100 കൊല്ലമല്ലേ ഇവിടെ സമസ്തയുടെ കീഴിൽ മദ്രസകൾ അംഗീകരിക്കുന്നുണ്ട്. 10,000 11,000 ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ മദ്രസകളൊക്കെ അംഗീകരിക്കുന്നത് വിദ്യാഭ്യാസ ബോർഡില. ആ വിദ്യാഭ്യാസ ബോർഡ് സമസ്തന്റെ ഒരു കീഴ്ഘടക. അതുപോലെ തന്നെ സമസ്തയുടെ ഒരു അംഗീകൃത കീഴ്ഘടകമാണ് ബഹുമാനപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷൻ. മലപ്പുറം ജില്ലയിൽ തന്നെ 1000-ലധികം മഹല്ലുകൾ സുന്നി മഹല്ല് ഫെഡറേഷനിൽ അംഗീകരിച്ചതാണ്. ആ അംഗീകാരത്തോടുകൂടി അവരിവിടെ പ്രവർത്തിച്ച എന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാലോ. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ സുന്നി മഹല്ല് ഫെഡറേഷനിൽ നമ്മളെല്ലാവരും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അംഗീകാരം നടക്കണം. അത് തന്നെയാണ് വേണ്ടത്. അല്ല നേരിട്ട് അംഗീകരിക്കാൻ അഞ്ഞു കൊടുക്കാൻ പോകുന്ന ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇപ്പോൾ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം നമ്മുടെ മഹല്ല് സംവിധാനം മുന്നോട്ട് പോകേണ്ടത്, മദ്രസ സംവിധാനം മുന്നോട്ട് പോകേണ്ടത്, നമ്മുടെ ദർസുകൾ മുന്നോട്ട് പോകേണ്ടത്, നമ്മുടെ സംഘടനാ പ്രവർത്തകരും സംഘടനാ സംവിധാനം മുന്നോട്ട് പോകേണ്ടത്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 കൊല്ലമായി സമുദായത്തോട് പറയുന്ന ഒരു കാര്യമാണ്. ഇതേപോലെയുള്ള എന്തെങ്കിലും ഉപദേശങ്ങളോ ആഹ്വാനങ്ങളോ ഒക്കെ നടത്തുമ്പോൾ ഇപ്പോൾ അനാവശ്യമായി സമുദായത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ചില ആളുകളുണ്ട്. അത് ഇതിന്റെ യാഥാർത്ഥ്യം അറിയാത്തതുകൊണ്ടല്ല. മഹല്ലുകളെല്ലാം സമസ്തയുടെ ഭാഗമായി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹല്ലുകളൊക്കെ വേറെ രജിസ്റ്റർ ചെയ്യണമെന്നല്ല അതിന്റെ അർത്ഥം. മദ്രസകളൊക്കെ സമസ്തയുടെ ഭാഗമായി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രസകൾ ഇനി സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലല്ല, സമസ്തയിൽ വേറെ നേരിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ കുട്ടികളൊക്കെ സമസ്തയുടെ ഭാഗമാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ SKSF അല്ല വേറെ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കണം എന്നല്ല അതിന്റെ അർത്ഥം. മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സമസ്തയുടെ കുട്ടികളാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുന്നി ബാലവേദിയുണ്ട്, സുന്നി ബാലവേദിയിലല്ല വേറെ ബാലസംഘം ഉണ്ടാക്കണം എന്നൊന്നും ആ പറഞ്ഞതിന്റെ അർത്ഥമില്ല. സമസ്തയിൽ മഹല്ല് രജിസ്റ്റർ ചെയ്യണം, സമസ്തയിൽ മദ്രസ രജിസ്റ്റർ ചെയ്യണം, സമസ്തയിൽ സംഘടനാ പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അതിന്റെ കീഴ്വഴക്കമനുസരിച്ച് അതിന്റെ കീഴിൽ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന അതിന്റെ പോഷക സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കണം എന്നാണ് ഇതിന്റെ താല്പര്യം. എന്നാൽ അത്തരത്തിലുള്ള സതുദ്ദേശപരമായ ഉപദേശങ്ങളെ വളച്ചൊടിച്ച് മഹല്ല് ഭാരവാഹികളെ ഇവിടുത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ തിരിച്ചുവിടാനും തെറ്റിദ്ധാരണ പരത്താനും മഹല്ലുകളിൽ ഫിത്ന ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തിരിച്ചറിയണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട
എല്ലാ പദ്ധതികളും വിജയിപ്പിക്കാനും അതിന്റെ കൂടെ നിൽക്കാനും എല്ലാവർക്കും സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.